ഗൂഗിൾ ക്രോമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോമിനകത്ത് നമുക്ക് ഒരുപാട് സെറ്റിങ്സുകൾ ചെയ്യാനുണ്ട്. മാത്രമല്ല ഒരുപാട് തമാശ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ ക്രോമിൽ ചെയ്തു. ഗൂഗിൾ ക്രോമിൽ നമ്മുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സുകൾ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ടിപ്സുകൾ പരിചയപ്പെടുത്തി. അത്തരത്തിൽ ഗൂഗിൾ ക്രോമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോമുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിലും അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ വെക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗൂഗിൾ ക്രോമും ഗൂഗിളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നമ്മുടെ ഗൂഗിൾ ക്രോമിനകത്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്സ്. നമുക്കത് എന്താണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ ചാനലും പറയുന്ന പോലെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ടൈപ്പ് ചെയ്യുക. ക്രോം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്രോം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കീബോർഡിലുള്ള ഈ സ്കോളൻ, അതായത് നമ്മുടെ ഗൂഗിൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ അവസാനം രണ്ട് കുത്ത്, അതായത് നമ്മൾ രണ്ട് ഡോട്ട് നൽകുക, അതായത് സ്കോളൻ എന്ന് പറയും, അത് നൽകി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കീബോർഡിൽ തന്നെയുള്ള സ്ലാഷ്, ചെരിഞ്ഞ വര രണ്ടെണ്ണം അതിട്ട് കൊടുക്കുക. അതായത് ക്രോം ടൈപ്പ് ചെയ്ത് സ്കോളൻ എന്നുള്ള രണ്ട് കുത്തിട്ട്, അതായത് ആ രണ്ട് കുത്തിന് സ്കോളൻ എന്ന് പറയും, രണ്ട് സ്ലാഷ് ഇട്ടു, രണ്ട് ചെരിഞ്ഞ വര ഇട്ടതിന് ശേഷം ഫ്ലാഗ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ ടൈപ്പ് ചെയ്യുക. ഫ്ലാഗ്സ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഗൂഗിൾ ക്രോമുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സെറ്റിങ്സുകൾ പരിചയപ്പെടുത്തിയത്. കാരണം ഗൂഗിൾ ക്രോമിനകത്തുള്ള സെറ്റിങ്സ് ആണ്. സാധാരണ നമ്മൾ ഗൂഗിൾ ക്രോമിലുള്ള സെറ്റിങ്സ് അല്ല. ഗൂഗിൾ ക്രോമിനകത്ത് ഇത്തരത്തിൽ നമ്മൾ ക്രോം സ്കോളൻ അതുപോലെ തന്നെ സ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്ത് ഫ്ലാഗ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സെറ്റിങ്സിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ഹെഡ് എന്ന് പറയുക. ഗൂഗിൾ ക്രോമിനകത്ത് നമുക്ക് ചെയ്യുന്ന സെറ്റിങ്സുകളൊക്കെ ഇതിനകത്തുള്ള സെറ്റിങ്സുകളാണ്. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോമിൽ പലവിധ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് വെക്കുന്നുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വീഡിയോ കാണാൻ സാധിക്കും. ഓരോ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഗൂഗിൾ ക്രോമിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി കൂടുതൽ സെക്യൂരിറ്റി ചെയ്യുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ഡാറ്റകൾ ചോർന്നു പോകാതെ കൂടുതൽ സെക്യൂരിറ്റി നൽകുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ചെയ്യേണ്ട ചില മാറ്റങ്ങളൊക്കെ അതിനകത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെബ് നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെബ് നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കും വെബ് നോട്ട്സ് സ്റ്റൈലിസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴായിട്ട് നമുക്ക് ഡീഫോൾട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മൂന്നാമതായിട്ട് എനേബിൾഡ് വിത്ത് റാൻഡമൈസ്ഡ് ഓർഡർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും. താഴെ കാണുന്ന ഭാഗത്ത് റീലോഞ്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓഫ് ആയിട്ട് ഓൺ ആയി വരും. ഞാൻ റീലോഞ്ച് എന്നുള്ള ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓഫായി ഒന്ന് ഓൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ റീസെറ്റ് ഓൾ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന എല്ലാ സെറ്റിങ്സുകളും പഴയതുപോലെ, അതായത് നമ്മളൊരു പുതിയൊരു അക്കൗണ്ട് കാണുന്ന പോലെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള സെറ്റിങ്സ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ എന്താണ് ഇനി ഈ ഒരു സെറ്റിങ്സിൽ ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു മെസ്സേജ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ നിങ്ങൾ ഓരോ മെസ്സേജുകൾ, നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ നല്ല നല്ല മെസ്സേജുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ആഡ് ചെയ്യുന്ന മെസ്സേജ് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ ഒരു സൈറ്റ് എടുത്തിരിക്കുകയാണ്. ഈ സൈറ്റിൽ എനിക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രം എനിക്ക് വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് ഒരു പ്രത്യേക കാർഡ് രൂപത്തിലാക്കി വെക്കണമെങ്കിൽ അതിൻ്റെ സൗകര്യമാണ് ഇനി ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിനകത്തുള്ള കുറഞ്ഞ വേർഡ്സ്, നമുക്ക് ആവശ്യമുള്ള വേർഡ്സ് മാത്രം നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ്. കാണാൻ സാധിക്കും ഇതിനകത്തുള്ള ഈ ടെക്സ്റ്റ് ഞാനിതാ ഇതുപോലെ കോപ്പി ചെയ്തെടുത്തു. കോപ്പി ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു കോപ്പി ചെയ്തതിന് മുകളിലായിട്ട് നമുക്ക് കോപ്പി, ഷെയർ, സെലക്ട് ഓൾ എന്നുള്ള കുറച്ച് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇത്തരത്തിൽ ആവശ്യമുള്ള മെസ്സേജ് ഇത്തരത്തിൽ എടുത്തതിന് ശേഷം ഇവിടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ക്രിയേറ്റ് എ കാർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിങ്ങനെ ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
ഇതാ കാണാൻ സാധിക്കും. വ്യത്യസ്ത കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്തമായ ടെക്സ്റ്റുകളിൽ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗം ഇതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം ഏറ്റവും മുകളിലുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ സേവ് ടു ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കാർഡ് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഈ കാർഡ് നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പ് കാണും, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിലുള്ള ആ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. തുടർന്ന് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഓർക്കേണ്ട കാര്യം, താഴെ കാണുന്ന ഭാഗത്ത് കുറച്ച് ലിങ്കുകൾ കാണാൻ സാധിക്കും. നമ്മൾ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് എടുത്തിട്ടുള്ള ആ ലിങ്കാണ്. അത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. തുടർന്ന് നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മെസ്സേജ്, ഈ ഒരു മെസ്സേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വേണ്ടത് ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വാട്സപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്കാണോ വേണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.